ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മാർച്ച് 19 ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഭാഗ്യപ്പെട്ട മരണം നടന്ന ദിവസം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് യൗസേപ്പ് പിതാവിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാം. യൗസേപ്പ് പിതാവിൻ്റെ ഈ 9 പ്രഭാതങ്ങളിലുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന അനേകം മക്കൾക്ക് യൗസേപ്പ് പിതാവ് ചെറുതും വലുതുമായിട്ടുള്ള അടയാളങ്ങൾ കൊടുത്തു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഈശോ, യൗസേപ്പ് പിതാവ്, പരിശുദ്ധ അമ്മ വലിയ സഹനങ്ങൾ തന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ വേദനയ്ക്ക് ശേഷം ഒന്ന് ശരിയായി വരുമ്പോഴേക്കും ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോ മറ്റൊരു സഹനം തന്നു. എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം വീണ്ടും തലകറങ്ങി കിടപ്പിലായി. അപ്പോൾ ഇണ്ടേറി പെരുന്നാളിൻ്റെ അന്ന് ഈശോ ഒരു സന്ദേശം തന്നിരുന്നു. കൂടുതൽ സഹിക്കണം, ഇനിയും കൂടുതൽ സഹിക്കണം. ഈ നോമ്പുകാലത്തിൽ ലോകത്തിന് വേണ്ടി പാപത്തിൻ്റെ പരിഹാരം ചെയ്യാൻ, പാപികളുടെ മാനസാന്തരത്തിന്. അത് യാഥാർത്ഥ്യമാക്കാനാണെന്ന് തോന്നുന്നു. ഒന്ന് നിവരുമ്പോഴേക്കും അടുത്ത സഹനം തരുന്നത്. എന്തായാലും ബുധനാഴ്ച പരിശുദ്ധ കുർബാന മുടങ്ങി. അതുകൊണ്ട് വലിയ വിഷമമായി. പക്ഷേ പുലർച്ചെ ഓൺലൈൻ കുർബാന വെറുതെ ഇരുന്ന് കേൾക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ദർശനത്തിൽ ഈശോ കുർബാന നടത്തുന്നൊരു പുരോഹിതനെ കാണിച്ചു തന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് കുർബാന കിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ആ പുരോഹിതൻ അൾത്താരയിൽ നിന്നിറങ്ങി വന്ന് എനിക്ക് കുർബാന തന്നു. സന്തോഷമായി. ദർശനമാണ് കേട്ടോ. ഈശോയോട് ചോദിച്ചു, ഇത് നീയല്ലല്ലോ, കാരണം നീ വലിയ ഉയരക്കാരനല്ലേ, അത്ര ഉയരമില്ലല്ലോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, അത് നിൻ്റെ യൗസേപ്പ, എൻ്റെ സ്വർഗീയ മധ്യസ്ഥന വിശുദ്ധ യൗസേപ്പ് പിതാവ്. പ്രിയ കൂട്ടുകാരെ, സന്തോഷമായി. ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നതും വലിയ സഹനത്തിലൂടെയാണ്. എങ്കിലും മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ മരണ ദിവസം എനിക്കൊരു ഓഡിയോ മെസ്സേജ് അയക്കണം. അത് എനിക്ക് സന്തോഷമാണ്, എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ യൗസേപ്പ് പിതാവിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഈ 9 പ്രഭാതങ്ങളിലെ പ്രാർത്ഥന ചൊല്ലിയ ഒരു മകൾക്ക് വലിയൊരു ഇടപെടലുണ്ടായി. ഈ പ്രാർത്ഥന എവിടെയും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പലയിടത്തും സെർച്ച് ചെയ്തു. എൻ്റെ യൗസേപ്പ് പിതാവേ, എനിക്കൊന്നത് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് ഗൂഗിളിലോ എവിടെയാണോ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മുമ്പിലേക്ക് വന്നു. പ്രിയ സഹോദരങ്ങളെ, ആ കുട്ടി പറയാണ്, ചേച്ചി ഇതേ പ്രാർത്ഥന തന്നെയാണിത്, പക്ഷെ ഇംഗ്ലീഷിലാണെന്ന് മാത്രം. അങ്ങനെ അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ യൗസേപ്പ് പിതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതാണ് എന്ന് എനിക്ക് മനസ്സിലായി. വലിയ സന്തോഷം അവർക്ക്. വേറൊരു വ്യക്തി എപ്പോഴും പറഞ്ഞു, ആര്യ ചേച്ചിക്കല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ, ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് ഒരാൾ വീട്ടിലേക്ക് വന്നത് അവർ കണ്ടു. പക്ഷെ മനസ്സിലായില്ല, എൻ്റെ പോലെ തന്നെ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും മനസ്സിലാക്കി കൊടുത്തത്, അത് യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്നല്ലേ വന്നേ, അത് യൗസേപ്പ് പിതാവായിരുന്നു എന്ന്. അങ്ങനെ കുറേ ഇടപെടലുകൾ കുറേ ആളുകൾക്കുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഇന്ന് മാർച്ച് 19 നമ്മുടെ യൗസേപ്പ് പിതാവിൻ്റെ മരണം, അതിവിശുദ്ധമായ മരണം നടന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സിസ്റ്റർ മരിയ സിസിലിയ ബെയ്ജ് OSB അവർക്ക് കിട്ടിയ ദർശനത്തിൽ പറയുന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മരിക്കാറായ സമയത്ത് തൻ്റെ ആത്മാവിനെ
ദൈവം വിളിക്കാൻ പോകുകയാണെന്ന് മനസ്സിലായ ഔസേ പിതാവ് ചെയ്യുന്നത് ഭാര്യയോടും മകനോടും മാപ്പ് പറയലാണ്. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ പാപങ്ങളും പൊറുക്കണേ, കുറവുകളും പൊറുക്കണേ എന്ന്. അപ്പോൾ അസംഖ്യം മാലാഖമാരുടെ സംഗീതധ്വനി ജോസഫിന് ഈശോ കേൾപ്പിച്ചു കൊടുത്തു. അതുപോലെ ജോസഫ് മേരിയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു. അപ്പോൾ ഔസേ പിതാവിനോട് ഈശോ പറഞ്ഞുവെന്ന്, മരണാസന്നരുടെ മധ്യസ്ഥനും സംരക്ഷകനുമായി ദൈവം അങ്ങയെ അവരോധിപ്പിക്കപ്പെടുന്നു എന്ന്. ഔസേ പിതാവിന് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അത് ഞാൻ ഏറ്റവും യോഗ്യതയോടുകൂടി ചെയ്യും എന്നും പറഞ്ഞു. മരണവേദനയുടെ അന്ത്യനിമിഷത്തിൽ ദൈവസ്നേഹത്തിൽ എരിഞ്ഞു തീരുന്നത് പോലെ ജോസഫിന് അനുഭവപ്പെട്ടു എന്ന്. അവസാന നിമിഷത്തിൽ ജോസഫ് ഉരുവിട്ടുകൊണ്ടിരുന്നത് ഈശോ മറിയം, ഈശോ മറിയം എന്ന പരിശുദ്ധ നാമങ്ങളായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കാം നമ്മൾ മരണാസന്നരുടെ അടുത്ത് ഈശോ മറിയം ഔസേപ്പേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ജോസഫിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷം അടുത്തപ്പോൾ ദൈവപുത്രൻ അവൻ്റെ ആത്മാവിനെ ശരീരം വിട്ട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ ഏറ്റവും ധന്യമായ ആത്മാവിനെ ആദ്യം അവിടുത്തെ പരിശുദ്ധ കരങ്ങളിൽ എടുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വർഗീയ സീമകളിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മാലാഖമാർക്ക് കൈമാറ്റം ചെയ്തു. ഈ ഒരു നിമിഷം ജോസഫ് അന്ത്യശ്വാസം വലിക്കുകയും ആത്മാവ് പുറത്തു വരികയും ചെയ്തു. അങ്ങനെയാണ് രക്ഷകൻ ജോസഫിൻ്റെ ആത്മാവിനെ കയ്യിലെടുക്കുന്നതും മാലാഖമാർക്ക് കൊടുക്കുന്നതും. അപ്പോൾ ജോസഫിന് 61 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഹൃദ്യമായൊരു സുഗന്ധം പരന്നുകൊണ്ടിരുന്നു അത്രേ. ജോസഫിൻ്റെ ചരമവാർത്ത നസ്രത്ത് മുഴുവൻ അറിഞ്ഞു. എല്ലാവരും അവനെ ഓർത്ത് കരഞ്ഞു. പ്രത്യേകിച്ച് ജോസഫിൻ്റെ സുഹൃതങ്ങൾ കണ്ടറിഞ്ഞവരും അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും ആചാരബഹുമതികളോടെ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും വമിച്ച സുഗന്ധവാസനയും അതിന് ചുറ്റുമുണ്ടായ ഒരു പ്രകാശവലയവും കണ്ടവരെല്ലാം അത്ഭുത പരതന്ത്രരായി പറഞ്ഞു, തീർച്ചയായും ജോസഫ് ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയായിരിക്കും എന്ന്. അങ്ങനെ ജോസഫിൻ്റെ കബറിട ശുശ്രൂഷയ്ക്കുള്ള വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മാതാവ് ഈശോയും വിശുദ്ധൻ്റെ മൃതശരീരത്തിൻ്റെ ഇരുവശത്തുമായി നടന്നു എന്ന്. മാതാവിനെ ആശ്വസിപ്പിക്കുന്ന ഏതാനും ഭക്ത സ്ത്രീകളും ഒപ്പം നടന്നു. പൊതുജനത്തിന് കാണാൻ പറ്റില്ലെങ്കിലും സ്വർഗത്തിൻ്റെ രാജാവിനും രാജ്ഞിക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാലാഖമാരുടെ വ്യൂഹനിരയും ഈ വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു. വിശുദ്ധമായ ഒരു മൃതസംസ്കാര യാത്ര. പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് ഔസേ പിതാവിൻ്റെ മരണം മനസ്സിൽ കാണാം. ഔസേ പിതാവ് മരണം വരിച്ച അതേ സമയത്ത് തന്നെ നസ്രത്തിലും മറ്റ് സ്ഥലങ്ങളിലും മോശയുടെ നിയമം അനുസരിച്ച് ജീവിച്ച മറ്റു പലരും മരിച്ചു എന്ന്. അവർ മരണവേദനയിലാണ് എന്ന രഹസ്യം പിതാവായ ദൈവം ജോസഫിനെ അറിയിച്ചു. മരണത്തിൻ്റെ വക്കിലെത്തിയ സഹനമായിരുന്നിട്ട് പോലും മരിക്കുന്നവരുടെ മധ്യസ്ഥൻ എന്ന തൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ജോസഫ് പ്രാർത്ഥിച്ചു എന്ന്. അവരുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായതൊക്കെ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അങ്ങനെ ജോസഫിൻ്റെ സുഹൃതങ്ങളാലും പ്രാർത്ഥനയാലും ദൈവം അവർക്ക് മോചനം നൽകി. മരണാസന്നരുടെ മധ്യസ്ഥനായ ഔസേ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വളർത്തപ്പൻ, ഈശോ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഔസേ പിതാവ്. അങ്ങനെ ഈ ഔസേ പിതാവിനെ മരണാസന്നരുടെ മധ്യസ്ഥൻ എന്നല്ല, പലതിൻ്റെയും സകലതിൻ്റെയും മധ്യസ്ഥനായിട്ട്
നിശ്ചയിച്ചിരിക്കുക. ഔസേപ്പിതാവിൻ്റെ പേര് തന്നെ നമുക്കറിയാം. ജോസഫ് എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റിസ് നീതിമാനാണ് എന്നാണ് അർത്ഥമാക്കുന്നതെന്ന്. ഓ അർത്ഥമാക്കുന്നത് ഒബീഡിയൻസ്, എന്ത് പറഞ്ഞാലും മാലാഖ വന്ന് പറഞ്ഞാൽ അനുസരിക്കും. എസ് അർത്ഥമാക്കുന്നത് സൈലൻസ്, നിശബ്ദനായിരിക്കും, സംസാരമില്ല. ഈ അർത്ഥമാക്കുന്നത് എഫിഷ്യൻസി, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പി അർത്ഥമാക്കുന്നത് പേഷ്യൻസ്, ഭയങ്കര ക്ഷമയുള്ളവനാണ്. പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്തുമാത്രം ക്ഷമയാണ്. കൂട്ടുകാരൊക്കെ കളിയാക്കുമ്പോൾ എന്തുമാത്രം ക്ഷമയാണ്. എച്ച് ഹ്യൂമിലിറ്റി, എളിമ, വലിയ എളിമയുള്ളവനാണ് ഔസേപ്പിതാവ്. അങ്ങനെ സകല സുഹൃതങ്ങളുടെയും ആകത്തുകയാണ് ജോസഫ്. നമുക്ക് ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇതുപോലെ സുഹൃതങ്ങളാൽ നിറയപ്പെട്ടൊരു ജീവിതം നയിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ മരണദിനത്തിൽ നമുക്കെല്ലാവർക്കും സ്വർഗീയ അനുഭവങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.